നമ്മുടെ സ്വയം സേവകരായ കാഴ്ചക്കാരുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ പറ്റ്നയിലെ ഒരു ബൈഠക്കിൽ ഒരു സ്വയം സേവകൻ ദേവറശ്ജിയോട് ചോദിക്കുന്നു, നമുക്കൊരു ഭരണഘടനയുണ്ടോ, എനിക്കത് കാണാമോ? ദേവറശ്ജി തിരിഞ്ഞ്, അന്ന് അഖിലേന്ത്യാ അധികാരിയാണ് ഹരിയേട്ടനുണ്ട് ബൈഠക്കിൽ. ഹരിജി ഹൈക്കാപ്ന സംവിധാനം. അപ്പോൾ ഹരിയേട്ടൻ ശാന്തനായിട്ട് ഉണ്ട്, മഹൽ കാര്യാലയത്തിലുണ്ട്. അപ്പോൾ ദേവറശ്ജി പറഞ്ഞു, മഹൽ കാര്യാലയത്തിലുണ്ട്, നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, വേണമെങ്കിൽ കോപ്പി വാങ്ങാം. ശരി എന്ന് പറയുമ്പോൾ ഇയാൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവർഷി പറഞ്ഞു, ഇരിക്കല്ലേ, വീട്ടിലാരൊക്കെയുണ്ട്? അപ്പോൾ 2 സഹോദരന്മാരുണ്ട്, എന്ത് ചെയ്യുന്നു? ഒരാൾ കൃഷി, മറ്റൊരാൾക്ക് കച്ചവടം. അച്ഛനും മൂത്ത ആളും കൂടെയാണ് കൃഷിയൊക്കെ നോക്കുന്നത്. എത്ര സ്ഥലമുണ്ട്? അതിപ്പോൾ ഇത്ര ഏക്കറുണ്ട്. അതൊക്കെ വീതിച്ചൊക്കെ വെച്ചിട്ടുണ്ടോ? അത് അച്ഛൻ എന്തോ വീതിച്ചൊക്കെ വെച്ചിട്ട് അത് കണ്ടോ, ആധാരം കണ്ടോ? ഞാൻ നോക്കിയില്ല, അതൊക്കെ അച്ഛൻ അതിൻ്റെ വകുപ്പനുസരിച്ച് ചെയ്യുമല്ലോ, അവിടെ കണ്ടിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവർഷി പറഞ്ഞു, ഇതാണ് RSSൻ്റെ ഭരണഘടന, നിങ്ങൾ ഈ ആധാരം പോലെയാണ്. ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. ബട്ട് ഇതിൻ്റെ ആവശ്യം വരും എപ്പോൾ? അച്ഛൻ മരിച്ച് നിങ്ങൾ ചേട്ടാനിയന്മാർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ആധാരം എടുത്തിട്ട്, കണ്ടില്ല ഇതിനകത്ത് ഷെഡ്യൂള് പ്രോപ്പർട്ടി എൻ്റെതാണ്, ഇവിടെയാണ് കുറ്റി തറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു വഴക്ക്. ദൈവം സഹായിച്ച് സംഘത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വഴക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ ഭരണഘടന ആരും എടുത്തിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഇപ്പോൾ ഹരിജി ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് ഞാനത് വായിച്ചിട്ടില്ല. സർസംഘചാലക്കാണ്. അപ്പോൾ ഇതാണ് ഭരണഘടന അവസ്ഥ. ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് അതിൻ്റെ ആവേശം കയറിയിട്ടാണ് ഞാൻ നാഗ്പൂർ ഒരിക്കൽ പോയപ്പോൾ മഹൽ കാര്യാലയത്തിൽ നിന്ന് ഒരു കോപ്പി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആവേശം തീർന്നു. അത് വായിക്കാനുള്ള ക്ഷമ പോലും എനിക്കില്ല, എന്തെഴുതിയാലും എന്താ. നമുക്കറിയാം RSS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന് ഭരണഘടന നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സാധനമൊക്കെ ഉണ്ട്.